കളി ഇപ്പൊ തുടങ്ങല്ലേ ഒന്ന് പെട്ടെന്ന് വാടാ, ഇപ്പൊ ഇവന്മാര് കളി തുടങ്ങൂടാ. കളി ഇപ്പൊ തുടങ്ങുന്നത് കളിയാ. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് വെളിയിരിക്കേണ്ടി എടാ, ഇവിടെ എന്നും ഇല്ലാത്ത ആളാ ഇവിടെ ഇന്ന്. അല്ലെങ്കിൽ ഒരുത്തിന് കളിക്കാൻ വരാൻ പറ്റില്ല. നിങ്ങൾ ഇനി വരണ്ട, ഇവിടെ കളി തുടങ്ങാൻ പോണു. അച്ചു, എനിക്കിത് കളിക്കാൻ പറ്റില്ലെങ്കിലാണ് കേട്ടോ. ബോളി കാറ്റില്ലെന്നോ, നിങ്ങൾ കാറ്റടിച്ചിട്ടോ. കാറ്റടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടേക്കണ്. ആ സമയം കൊണ്ട് ഇവിടെ എത്തിയില്ലെങ്കിൽ നോക്കോ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വന്നാ വെളിയിരുന്ന് കളി കണ്ടിട്ട് പൊക്കോ. അതേ നിങ്ങൾക്ക് പറ്റൂ. വന്ന കണ്ണം തീരുമാനിച്ചിട്ട് കാണിച്ച ചിരിയിരിക്കില്ലേ, ഞാൻ വെച്ച് അടിച്ചു തരും. ഡിസിപ്ലിൻ, സ്കില്ല്, ഇതൊക്കെയാണ് ഒരു ഇത്രയുമാണ് ഒരു ഫുട്ബോൾ പ്ലെയറിന് ആവശ്യം. എന്തൊരു കോപ്പ് എന്റെ പൊന്നളിയ, നിന്റെ ഈ വെപ്രാളം കാണാൻ അവന് അടിവസ്ത്രം ഇടാൻ പോലും സമയം കിട്ടിയില്ല. അത് മാത്രം എല്ലാം നേരെ കക്കൂസി പോലും പോകാൻ പറ്റിയില്ല. എന്തോളയാ, കളി എനിക്ക് കൃത്യസമയത്ത് തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഒരുമാതിരിയാ. ഡേയ്, നീ ഈ കൃത്യനിഷ്ഠ ആ മണിയന്റെ വീട്ടിൽ പത്രം കാണിച്ചിരുന്നെങ്കിൽ അങ്ങനെ അടി ഇട്ടോരുന്ന. അയാൾ എന്തിനാ അടിച്ചത്? രാവിലെ 6 മണിക്കിടുന്ന പത്രം കൊണ്ട് രാത്രി 6 മണിക്കിടുമ്പോ അങ്ങനെ അടി കൊടുക്കുക, പിന്നെ ഫ്ലൈങ് ക്ലിസ് കൊടുക്കും. ഏതൊരു കള്ളനും ഒരു അബദ്ധമൊക്കെ പറ്റാം. ബാക്കിയുള്ളവരെ ഇവിടെ നേരെ കിട്ടി. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഇവന്റെ ഈ വെപ്രാളം വിളി കാരണമാണ് ഇവിടെ സമയത്ത് കളി നടക്കുന്നത്. നിങ്ങൾ എവിടെയാണ് ഇവിടെ കളിക്കാൻ കണ്ടില്ല? അണ്ണാ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ല പരീക്ഷ ഇനി ഒരാഴ്ച കഴിഞ്ഞ വരുള്ളന്ന്. ഇന്ന് നീ കണ്ടോടാ അച്ചു, ഇന്നലെ സിസർ കട്ട് കാണാം. നാളെങ്കിലും നേരത്തെ വാ. അവൻ നേരത്തെ കളിച്ചിട്ട് പൊക്കളാ. എന്നെ കൊണ്ടൊന്നും പറയക്കല്ലേ, സമയത്ത് വരത്തൂല്ല.